ബ്രഹ്മപുരത്തെ BPCL മാലിന്യ പ്ലാന്റ് നിർമ്മാണം ഹൈക്കോടതി ജഡ്ജിമാർ പരിശോധന നടത്തും. ജസ്റ്റിസ് ബച്ചു കുര്യനും ജസ്റ്റിസ് ഗോപിനാഥ് നിർമ്മാണ പുരോഗതി വിലയിരുത്തും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത കേസിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഈ കഴിഞ്ഞ വർഷം ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തുടർന്ന് വന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ഈ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ചില തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ബ്രഹ്മപുരത്ത് നിലവിൽ BPCLന്റെ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം വിലയിരുത്തുന്നതിനും പരിശോധന നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഹൈക്കോടതി ജഡ്ജിമാർ മാർച്ച് 6-ന് ബ്രഹ്മപുരം സന്ദർശിക്കുന്നത്. ജസ്റ്റിസ് ബച്ചു കുര്യനും ഒപ്പം തന്നെ ജസ്റ്റിസ് ഗോപിനാഥും നിർമ്മാണ പുരോഗതി വിലയിരുത്തും. മാർച്ച് 6-ന് വൈകുന്നേരം 3:30-ക്കാണ് ജഡ്ജിമാർ ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സന്ദർശിക്കുക. ഒപ്പം തന്നെ ഈ മാലിന്യ പ്ലാന്റ് BPCLന്റെ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണ പുരോഗതി അടക്കം ഹൈക്കോടതി ജഡ്ജിമാർ വിലയിരുത്തും. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ചില നിർദ്ദേശങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റിക്കായിട്ട് HMGയുടെ കുറച്ച് സ്ഥലം ഏറ്റെടുത്തിരുന്നു. ആ സ്ഥലത്ത് വലിയ രീതിയിൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, കൊച്ചി മെട്രോയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്തും സമാനമായിട്ടുള്ള രീതിയിൽ മാലിന്യം കൂമ്പാരമായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ മാലിന്യ മുക്തമാക്കണമെന്നാണ് മുനിസിപ്പാലിറ്റിക്ക് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. മാർച്ച് 6-ാം തീയതി വൈകുന്നേരം 3:30-ക്ക് ജഡ്ജിമാർ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സന്ദർശിക്കും. എന്നിട്ട് അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന BPCLന്റെ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം അത് ഏത് വിധത്തിലാണ് പുരോഗമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തി പരിശോധിച്ചു കൊണ്ടായിരിക്കും ഹൈക്കോടതി പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി, അതായത് സ്വമേധയാ എടുത്ത കേസിൽ ഒരു വിധി പുറപ്പെടുവിക്കുക. വ്യക്തമാണ്. ബ്രഹ്മപുരത്തെ BPCL മാലിന്യ പ്ലാന്റ് നിർമ്മാണം ഹൈക്കോടതി ജഡ്ജിമാർ പരിശോധന നടത്തും. ജസ്റ്റിസ് ബച്ചു കുര്യനും ജസ്റ്റിസ് ഗോപിനാഥുമാണ് നിർമ്മാണ പുരോഗതി വിലയിരുത്തുക. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിലാണ് തീരുമാനം. രേഷ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.